എന്റെ ജീവിതം ഇങ്ങനെ മാറുമെന്ന് ഞാൻ ഒരിക്കലും ഓർത്തില്ല. എല്ലാം എന്ത് നല്ലതായിരുന്നു. ഒരു നല്ല ഭർത്താവ്, 2 ഓമന മക്കൾ. പക്ഷെ പുകയില എല്ലാം മാറ്റിമറിച്ചു. ഇനി ഈ പടരുന്ന ക്യാൻസർ എന്റെ മുഖത്ത് നിന്ന് മുറിച്ചു മാറ്റേണ്ടി വരും. ഒരിക്കലും പഴയതുപോലാകില്ല. പുകയില എന്റെ ജീവിതം നശിപ്പിച്ചു. ഖെയ്നി, ഗുഡ്ക, പുകയില, ജർദ, പാൻ മസാല അവ നിങ്ങളുടെ ജീവിതം താറുമാറാക്കും. days 50 days ഗ്രോത്ത് എന്നെല്ലാം പറയുമ്പോൾ അത് ആക്യുറേറ്റ് ആകണം എന്നില്ല സർ. ഗ്രോത്ത് കൃത്യമായി അറിയണമെങ്കിൽ അവളെ പുറത്ത് കൊണ്ടുപോയി സ്കാൻ ചെയ്യണം. അത് എത്രത്തോളം ഡേഞ്ചറസ് ആണെന്ന് അറിയാലോ. ഗ്രോത്ത് കൃത്യമായി അറിയാതെ മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യുന്നതും അബോർഷൻ ചെയ്യുന്നതൊക്കെ ഇറ്റ്സ് ഡേഞ്ചറസ്. സർ, ആ ദിവസങ്ങളിൽ ആ സെല്ലിൽ വന്ന സന്ദർശകരുടെ എണ്ണം കണ്ടെത്തൽ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ലല്ലോ. വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ്. ആരാണ് ഉത്തരവാദി എന്ന് കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യണം? ഇക്കാര്യം പുറത്തറിഞ്ഞാലുള്ള കോൺസിക്വൻസ് നിങ്ങൾക്കറിയാലോ. യെസ്. ജനങ്ങൾക്കുള്ള വിശ്വാസം, സുരക്ഷ. കറക്റ്റ്. എൻ്റെ സിസ്റ്റം ഗെറ്റ് ഇൻ ടു എ ത്രെറ്റ്. ഒരു ഇൻ്റർനാഷണൽ ന്യൂസ് പോലും ആവിത്. ഐ തിങ്ക് ആരാണ് ചെയ്തതിനേക്കുള്ള പ്രാധാന്യം മറ്റാരും ഇക്കാര്യം അറിയാതിരിക്കുക എന്നുള്ളതാണ്. ഇനി ഏതാനും ദിവസം കൂടിയല്ലേ ബാക്കിയുള്ളൂ. അവളുടെ ജീവനോടൊപ്പം ആ രഹസ്യവും ഇല്ലാതാവട്ടെ. ഒരു കാര്യം ഞാൻ ഉറപ്പു തരാം, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഈ പ്രഗ്നൻസി ഉണ്ടാവില്ല. സോ എക്സിക്യൂഷന് വേണ്ട കാര്യങ്ങൾ നടക്കട്ടെ, ആറാച്ചാറെ കണ്ടുപിടിക്കുന്നത് ഉൾപ്പെടെ. മേ ഓക്കെ, താങ്ക് യു സർ. ജസ്റ്റ് എ മിനിറ്റ്. ഇനി കണ്ടം സെല്ലിലേക്ക് ആര് പോയാലും നിങ്ങൾ കൂടെ പോകണം. അപ്പോൾ വിവരങ്ങൾ എന്നെ അറിയിക്കുകയും വേണം. പിന്നെ ആ പർട്ടിക്കുലർ ദിവസത്തെ രജിസ്റ്റർ ബുക്ക് എനിക്ക് ഉടനെ കാണണം, ഇമ്മീഡിയറ്റ്. യെസ് സർ. ഓക്കെ, യു മേ ഗോ. സർ, എയാം ബ്ലോക്കിലെ ബരാന്തയിലെ ഓടി ശരിയാക്കാൻ മാഡം പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ പോയത്. വേഗം വാങ്ങ. വേഗം വെക്കടാ. വെക്കാനേ ഞാനവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആ പെൺകുട്ടി താമസിക്കുന്ന മുറിൻ്റെ മുമ്പിലുള്ള ക്യാമറ നന്നാക്കെന്ന് പറഞ്ഞ് എന്നെ വിളിക്കുന്നത്. മാഡം, ഈ സ്ക്രൂ ആണ്. ആടോ, അത് തന്നെ. ഓ, തുടങ്ങി. ഇനി അധികം നാൾ വേണ്ടി വരില്ലല്ലോ. സാറേ, എന്ത് തുടങ്ങാന്? നിന്നോട് പറഞ്ഞ പണി ചെയ്താൽ മതി. അതെ, ഈ സ്ക്രൂ ശരിയല്ല, അത് ക്ലിയർ ചെയ്യണം, എന്നാലേ ക്യാമറ ഓപ്പൺ ആവൂ. സർ, ഇത് പൊസിഷൻ കറക്റ്റ് അല്ല. Stop the work and send him out. Get out. हरे साहब, ठीक कर रहा है. I say you get out. ഞാൻ ക്യാമറ നാക്കിന് വന്നിട്ടാണ്. സർ, മാഡം പറഞ്ഞു. Don't deliver anyone without my permission. Understand? ഒരു വർക്ക് ചെയ്യാൻ സമ്മതിക്കൂല.
നത്തിങ് ഒഫീഷ്യൽ. ആരാണ് ചെയ്തതെന്ന് കണ്ടുപിടിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ അതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കറിയണം. ഒരു അക്കാദമിക് ഇൻട്രസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. മേജറിനപ്പോൾ ഇത്രയും കണിശക്കാരനായ ഉദ്യോഗസ്ഥൻ്റെ കർശനമായ സൂപ്പർവിഷൻ ഉണ്ടായിട്ടും അതങ്ങനെ സംഭവിക്കണമെങ്കിൽ അത് ചെറിയൊരു സെക്യൂരിറ്റി ലാപ്സ് മാത്രമല്ല. I have to see that it never repeats. മേജറുടെ പെർമിഷൻ ഇല്ലാതെ ഒരാളെ പോലും ആ ബ്ലോക്കിലേക്ക് കടത്തി വിട്ടിട്ടില്ല എന്നാണ് എല്ലാവരും പറയുന്നത്. ഏയ് നോ. മേജറിൻ്റെ അറിവോടെ അങ്ങനെ ഒരു കാര്യം ഒരിക്കലും സംഭവിക്കില്ല. ദാറ്റ് ഐ എം ഡാം ഷുവർ. ദേശദ്രോഹിയുടെ കഴുത്തിൽ കൊലക്കേർ വീഴുന്നത് കാണാൻ കാത്തിരിക്കായിരുന്നു അയാൾ. അതുമാത്രമല്ല, വധശിക്ഷ നടപ്പാക്കുന്നവരെ തൻ്റെ റിട്ടയർമെൻറ്റ് പോസ്റ്റ്പോൺ ചെയ്യാൻ പോലും അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ, സീ യു സർ.